അല്ല, ഒരു 4 വർഷം മുമ്പ് പുതിയ സർക്കാർ വന്നപ്പോഴത്തേക്ക് എല്ലാവരും കർഷകർ എന്നുള്ള രീതിയിൽ എല്ലാവരെയും ഈ കേരളത്തിലുള്ള എല്ലാവരും സർവ്വരും കർഷകരാവണമെന്ന് പറഞ്ഞ അതിലേക്ക് പോകാനുള്ള ഒരു പ്രഖ്യാപനമൊക്കെ നടത്തി ഒരു വലിയ കൃഷി വകുപ്പ് അതിനു വേണ്ടി ഒരു ശ്രമമൊക്കെ നടത്തി. അന്ന് എനിക്ക് തോന്നുന്നത് നിയമസഭയിൽ ഇന്നത്തെ ഒരു മന്ത്രി അന്ന് പറഞ്ഞു, എല്ലാവരും കർഷകരാകുന്നതിനേക്കാൾ നല്ലത് ഉള്ള കർഷകരെ നിലനിർത്താൻ ശ്രമിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അത് തന്നെ ഇപ്പോഴും പറയുന്നത്. 4 വർഷം മുമ്പ് 4.25 ലക്ഷം നെൽകർഷകരുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അത് 2,06,000 സംതിങ് ആൾക്കാരേ ഉള്ളൂ. ഈ അവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ ഉള്ളവരെ നിലനിർത്തണമെങ്കിൽ ഈ പാവങ്ങളായിട്ട് മണ്ടന്മാരായിട്ട് നെൽകൃഷി ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തരെയും നിലനിർത്തുവാൻ അവർക്ക് ആവശ്യമുള്ളത് മാത്രം മതി. അല്ലാതെ വേറെ ആരുടെയും കയ്യിൽ നിന്നോ ഒന്നും വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളുടെ അവകാശമുള്ള ഞങ്ങൾ കൊടുത്ത ഉൽപ്പന്നത്തിൻ്റെ വില പണ്ടൊക്കെ ഒരാഴ്ചക്കുള്ളിൽ കിട്ടുമായിരുന്നു. ഇന്നത് പോയി 5-6 മാസത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ അത് 3 മാസത്തിലേക്ക് എത്തി. ഈ 3 മാസത്തിലേക്ക് എത്തുമ്പോൾ ഈ പറഞ്ഞ കുട്ടനാടൻ പ്രദേശം വെള്ളപ്പൊക്കത്തിലും ഭീകരമായ അവസ്ഥയിലും നീങ്ങുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, പാവം പിടിച്ച ആൾക്കാർ ഈ ജൂൺ മാസം എന്ന് പറയുന്നതൊക്കെ നെൽകർഷകരുടെ മക്കൾ സ്കൂളിൽ പോകേണ്ടതാണ്. അവർക്കും വേണ്ടേ മറ്റുള്ള കുഞ്ഞുങ്ങൾ പോകുന്ന പോലെ ഒരു ബാഗും ഒരു കുടയൊക്കെ ആയിട്ട് പോകണ്ടേ? വേണ്ടേ? അതിനുള്ള അവകാശം അവർക്ക് നിഷേധിക്കുകയാണ്. അപ്പം ഞങ്ങളെന്നും ഇങ്ങനെ എന്താ പറയുക, ഞങ്ങളിപ്പോൾ കൃഷി ചെയ്യുന്നതിനേക്കാൾ ഞങ്ങളുടെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് സമരം ചെയ്ത് ഈ കൊടുക്കുന്ന ഉൽപ്പന്നം ആ ഉൽപ്പന്നത്തിൻ്റെ വില മേടിക്കുക എന്നുള്ളതാണ്. അതാണ് ഞാൻ അന്ന് ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് തരുന്ന ലോണായിട്ടാണ്. പാവം പിടിച്ച കർഷകർ അന്നാണ് അറിയുന്നത് ഇത് ലോണായിട്ടാണ് കിട്ടുന്നതെന്ന്. അതിൻ്റെ സിബിൽ സ്കോർ നഷ്ടപ്പെട്ടതിൻ്റെ പേരിലാണ് ഒരു വിദ്യാഭ്യാസ വായ്പ എടുക്കാൻ പോയ ഒരു കർഷകനാണ് ആത്മഹത്യ ചെയ്തത്. അപ്പോൾ ഈ ആത്മഹത്യ ചെയ്യുക, കർഷകൻ ആത്മഹത്യ ചെയ്യുക, അവിടെ ചെന്നിട്ട് കരഞ്ഞു കാണിക്കുക അല്ലെ റീത്ത് വെക്കുക എന്ന് പറയുന്നതിനേക്കാൾ ഇവരെ നിലനിർത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും എളിമയുള്ള അഭിപ്രായം. ഇപ്പോൾ പുഞ്ച കഴിഞ്ഞെന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ജനുവരി തൊട്ട് കൊയ്ത്ത് വരേണ്ട. ഈ പ്രാവശ്യം അത് ഇച്ചിരി ലേറ്റായി. അത് തന്നെ നിങ്ങൾക്കറിയാമായിരിക്കും, തോട്ടപ്പള്ളി അതുപോലെ തന്നെ തണ്ണീർമുക്കം ബണ്ടിൻ്റെ വെള്ളത്തിൻ്റെ ഒരു വെള്ളം കയറിയിട്ട് ഒരു നല്ല ശതമാനം കുട്ടനാടിൻ്റെ പടിഞ്ഞാറൻ മേഖലയിലുള്ള എല്ലാ ഏരിയകളിലും ഉപ്പുവെള്ളം കയറി ഈ പറഞ്ഞ നെല്ലിന് വളരെയധികം ദോഷങ്ങളുണ്ടായി. അപ്പോൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് ഒരു കൃത്യത ഉണ്ടായില്ല. ആ കൃത്യത ഉണ്ടാവാത്ത കാരണമാണ് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പ്രാവശ്യം കൊയ്ത്ത് കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരുമാതിരി ഒരു 90% കുട്ടനാടൻ മേഖലകളിലുള്ള അല്ലെ അപ്പർ കുട്ടനാടൻ മേഖലയിലുള്ള എല്ലാ കർഷകർക്കും വൻ നഷ്ടമായിരുന്നു. തൂക്കം വളരെ കുറവായിരുന്നു. അതിനേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് തിരിച്ചടിയായത് മില്ലുകാർ വന്ന് മോയ്സ്ചറെന്നും പറഞ്ഞ് ഞങ്ങളെ കിഴിവ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ പണ്ടൊക്കെ ഞങ്ങൾ കൊടുക്കാറുണ്ട്, 1 കിലോയൊക്കെ കൊടുക്കാറുണ്ട്. ആ സ്ഥാനത്ത് 25-30 കിലോ ചോദിക്കുക എന്ന് മാത്രമല്ല, ഈ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ നെല്ല് പാടത്ത് കിടന്ന് കിളിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുമ്പോൾ കരയുകയല്ലാതെ അല്ലെങ്കിൽ ഇവരുടെയൊക്കെ എന്താ പറയുക കൃഷി വകുപ്പിൻ്റെയും സിവിൽ സപ്ലൈസിൻ്റെയൊക്കെ മുന്നിൽ ഞങ്ങൾ പോയി കൈകൂപ്പുക അല്ലാതെ ഞങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുക? ഇപ്പം 800 ചിലവാനും കോടി രൂപ കിട്ടാറുണ്ട്. ഈ പ്രാവശ്യത്തെ നെൽകൃഷിയുടെ ഈ ഒരു സീസണിലെ സംഭവമായിട്ട് 800 ചിലവാനും കോടി രൂപ കിട്ടാനുണ്ട്. സമരം ചെയ്യണം. ഇതിനെല്ലാം ഇപ്പം സമരമാണ് ഞങ്ങളുടെ എന്താ പറയുക കൃഷി ചെയ്യുന്ന അതിനേക്കാൾ ബുദ്ധിമുട്ട് ഇപ്പം ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. സമരം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം ഒരു ഭാഗമാക്കണം. അതാണ്. കാശ് കിട്ടിയിട്ടില്ല. എന്തിനു പറയുന്നു, ഇന്നിപ്പം ഒരു പത്രത്തിൽ എൻ്റെ ഒരു ഇതിനെപ്പറ്റി ഒരു റിപ്പോർട്ട് വന്നപ്പോൾ എന്നെ പത്തനംതിട്ടയിൽ നിന്നൊരു കർഷകൻ വിളിച്ചിട്ട് പറഞ്ഞു, 1 വർഷമായിട്ട് അവർക്ക് ആ പാടത്ത് 4-5 പേരേ ഉള്ളൂ, ആ 4-5 പേർക്ക് 1 വർഷമായിട്ട് പൈസ കിട്ടിയിട്ടില്ലെന്ന്. അപ്പോൾ ഇതുപോലെ നിരവധി ആൾക്കാരുണ്ട്. പോട്ടെ, അതോ 4-5 പേരായിരിക്കാം, പക്ഷേ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിനെന്ന് പറയാവുന്ന രീതിയിലുള്ള കർഷകരുടെ നിലനിൽപ്പിൻ്റെ ജീവൻ്റെ ഒരു നിലനിൽപ്പാണ് ഇപ്പോൾ കിട്ടേണ്ട ഈ പൈസ. അവരെ ഇനിയും കൂടുതൽ എന്താ പറയുക റീത്ത് വെപ്പിക്കാനുള്ള ഒരവസരം ഉണ്ടാക്കി അവരെ കുത്തുവാള എടുപ്പിക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും വായ്ക്കരി ഇടിയിപ്പിക്കില്ല.